പുത്തൻവേലിക്കര തുരുത്തിപ്പുറത്തെ 44-ാം അംഗനവാടി സ്മാർട്ടായി. പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി പ്രതീഷ് ഉദ്ഘാടനം ചെയ്തു. പുത്തൻവേലിക്കര പഞ്ചായത്തിലെ 16-ാം വാർഡായ തുരുത്തിപ്പുറം വെള്ളോട്ടുപുറത്താണ് സ്മാർട്ട് അംഗനവാടി പ്രവർത്തനം ആരംഭിച്ചത്. പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് 2024-2025 സാമ്പത്തിക വർഷത്തിൽ വകയിരുത്തിയ 2 ലക്ഷം രൂപ ചിലവഴിച്ചാണ് 44-ാം നമ്പർ അംഗനവാടിയെ സ്മാർട്ടാക്കി മാറ്റിയത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി പ്രതീഷ് സ്മാർട്ട് അംഗനവാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അവർക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാവുന്ന ഒരിടമായി വീട് മാറണം. തുറന്നു പറയാൻ കഴിയുന്ന ഒരിടമായി വീട് മാറണം അല്ലെ? കുഞ്ഞുങ്ങളെ അവര് നമ്മുടെ സ്കൂളിൽ പോയാലോ ഒക്കെ വരുന്ന കുട്ടികൾക്ക് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയാവുന്ന ഒരു ബന്ധം രക്ഷാകർത്താക്കളോട് ഉണ്ടാകണം. അച്ഛനോടും അമ്മയോടും അപ്പനോടും ആ അമ്മയോടൊക്കെ അങ്ങനെ ഒരു ബന്ധം ഉണ്ടാകുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അതൊക്കെ നഷ്ടമാകുന്നതിന് ചില പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമുക്ക് അംഗനവാടികളിൽ അതിനൊരു അന്തരീക്ഷം നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് അംഗനവാടികളെ നമുക്ക് സ്മാർട്ട് അംഗനവാടികൾ എന്ന നിലയിലേക്ക് നമ്മൾ മാറ്റി തീർക്കുന്നത്. ഇവിടെ അംഗനവാടി ടീച്ചർ ഇവിടെ ഇല്ലേ? ടീച്ചർ സ്മാർട്ടാണ്. നിങ്ങൾ ആ മുഖത്തേക്ക് ഒന്ന് നോക്കൂ. ടീച്ചർ ഇവിടെ സ്മാർട്ട് അംഗനവാടി വന്നതോടുകൂടി ടീച്ചർ സ്മാർട്ടായിട്ടുണ്ട്. ടീച്ചർ സ്മാർട്ടാണ്. ഇവിടെ പ്രസിഡന്റ് അതിനേക്കാൾ സ്മാർട്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കാശ് 3/4 പങ്കും കൊണ്ടുപോകുന്നത് ഇവിടേക്കാണ്, ഈ പഞ്ചായത്തിലാണ്. ഈ പഞ്ചായത്തിലെ ബ്ലോക്ക് പഞ്ചായത്ത് നിർവഹണം നടത്തുന്ന ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒട്ടേറെ പണം ബ്ലോക്ക് പഞ്ചായത്ത് ചെലവഴിക്കുകയാണ്. കഴിഞ്ഞ വികസന സെമിനാറിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വന്നു. വികസന സെമിനാറിൽ അവതരിപ്പിച്ച കരട് പദ്ധതികളൊക്കെ വായിച്ചിട്ട് പ്രസിഡന്റ് മിണ്ടാതെ മുഖം വെറുപ്പിച്ച് ഇറങ്ങി. എന്നുവെച്ചാൽ സാധാരണ പോകുമ്പോ പറഞ്ഞിട്ട് പോകും, ഞാൻ പോകട്ടെ പ്രസിഡന്റ് എന്ന് ചോദിക്കും. ഇതെന്താണ് കാര്യമെന്ന് അന്വേഷിച്ച് ഞാൻ സലീഷിനെ വിളിച്ചപ്പോ സലീഷ് പറഞ്ഞു, ഗോതമ്പ് റോട്ടിൽ ഒരു കലങ്ങിന്റെ കാര്യം പ്രസിഡന്റ് പറഞ്ഞിട്ട് ആ പദ്ധതി അതിൽ പെടുത്താത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിളിച്ചപ്പോ റോസ് ചേച്ചി ഫോൺ എടുക്കുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി കുറച്ച് പ്രശ്ന രൂക്ഷമാണ് എന്ന് മനസ്സിലായി. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചു പറഞ്ഞു, എന്തായാലും ആ പദ്ധതി കൂടി തന്നേക്കാം. പദ്ധതി രേഖ തിരുത്തി ആ പദ്ധതി കൂടി വച്ചു. ഇപ്പോ അതിന് പണവും വച്ചു. ഇനിയിപ്പോ സംസാരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അല്ലെ? ഇനിയിപ്പോ പിണങ്ങി നടക്കണ്ട, സംസാരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് റോസി ജോഷി അധ്യക്ഷത വഹിച്ചു. നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്നൊരു സന്തോഷത്തിന്റെ ദിനം തന്നെയാണ്. നമ്മളെ മക്കളെ നമുക്കറിയാം, ഏറ്റവും ചെറുപ്രായത്തിലേക്ക് വിടുന്ന ഒരു വിദ്യാലയമാണ് നമ്മളുടെ അംഗനവാടി. അമ്മയുടെ മടിയിൽ നിന്ന് നേരെ വരുന്ന ഒരു സ്ഥാപനം. നമുക്കറിയാം, അംഗനവാടിയിലേക്ക് വരുമ്പോൾ അമ്മമാർക്കും ദുഃഖമാണ് കൊച്ചുങ്ങൾ വിരിയുന്നത്, കൊച്ചുങ്ങളും അതുപോലെ തന്നെയാണ്. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ടീച്ചറും ആയനെയൊക്കെ ആയിട്ട് നല്ലൊരു ബന്ധം കൊച്ചുങ്ങൾക്കുണ്ട്. അപ്പൊ 2 ദിവസം 2 വൈറലായ ഒരു കാര്യങ്ങളുണ്ട്. നമ്മൾക്കറിയാം, ഒരു കുട്ടി ഉപ്പുമാവ് വേണ്ട ബിരിയാണി കോഴി മതി എന്ന് പറഞ്ഞു. അതുപോലെ ഒരു അംഗനവാടി ടീച്ചർ ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് കരഞ്ഞൊരു കൊച്ചുമുണ്ട്. ഈ 2 വൈറലായതാണ് നമ്മൾക്ക്. അപ്പൊ അത്രയാണ് കുട്ടികളും അധ്യാപകരും തമ്മിലുള്ള ബന്ധം. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി ടി സലീഷ് സ്വാഗതം പറഞ്ഞു. തുരുത്തിപ്പുറം സെന്റ് ഫ്രാൻസിസ് അസീസി പള്ളി വികാരി ഫാദർ ജോയ്സ് റാംബിക്കൽ മുഖ്യാതിഥിയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് താര സജീവ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ ജെൻസി നാരായണൻ, ഡ്യൂയി ജോൺ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സി എം വർഗീസ്, പഞ്ചായത്ത് അംഗങ്ങളായ കുഞ്ഞയ്യപ്പൻ, പി എൽ ഫ്രാൻസിസ്, അധ്യാപിക ടി ജി വിക്ടോറിയ തുടങ്ങിയവർ സംസാരിച്ചു.